ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ സൺഡേ ടൈം 1 മണിക്കൂർ പിന്നിൽക്കായിട്ടോ. ഇപ്പോൾ സമയം കണ്ടില്ലേ, രാത്രി 1:59 ഇപ്പോൾ 31 തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നോക്കിക്കോ, സമയം കുറച്ച് കഴിഞ്ഞാൽ നേരെ പിന്നിൽക്കാവും. ഇതേ കണ്ടില്ലേ, 1 മണിയായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 1 മണിക്കൂർ പിന്നിലേക്ക് വന്നിക്കാണ്. ഇനി പകൽ കുറവും രാത്രി കൂടുതലും ആയിരിക്കും ഇവിടെ. അപ്പോൾ ഫോണിൽ 1:01 ആയിട്ടുള്ളൂ, ക്ലോക്കിൽ ഇതാ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ വിൻ്ററിനും ഇങ്ങനെയാവും ഇവിടെ. ഇനി വേഗം തന്നെ രാത്രിയാവും ഇവിടെ, പകൽ കുറവായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തത് ഒരു 1/2 കപ്പോളം ഉണ്ടാവും. അത് മധുരത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരെടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ്. അപ്പോൾ പാല് ഒരു 2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് വേണ്ടെങ്കിൽ 1.5 കപ്പ് പാലെടുത്താൽ മതി. ഞാനിപ്പോൾ തണുത്ത പാലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബൂസ്റ്റും ഷുഗറൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഞാനെടുത്തത് ചൂടില്ലാത്ത പാലാണ്. ഇനി ഞാനിതൊന്ന് ചൂടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലും ബൂസ്റ്റും ഷുഗറൊക്കെ കൂടിയിട്ട് നല്ലൊരു മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സെയിം ബോളിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് വേണം. ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നിങ്ങളുടെ പുഡിങ്ങിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്നനുസരിച്ചിട്ട് ബ്രെഡ് എടുത്താൽ മതി. ഇപ്പം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ നടുഭാഗം കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ഷുഗർ ഉണ്ട്. അതേപോലെ തന്നെ ഞാനിതിൽ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലത്തെ ഫുള്ള് ക്രീമും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണോളം ബൂസ്റ്റിൻ്റെ പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ചേർക്കണ്ട. നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ക്രീം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ മതിയാവും കേട്ടോ. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തിക്കായിട്ട് എടുക്കണ്ട. നമ്മൾ കേക്കിൻ്റെ ക്രീം ഉണ്ടാക്കുന്ന അത്ര തിക്ക് വേണ്ട കേട്ടോ. കാരണം നമ്മൾ പുഡിങ് അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾക്ക് അധികം തിക്ക് വേണ്ട ഈ ക്രീമിന്. അപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. നല്ല ലൂസും അല്ല അധികം തിക്കും അല്ല, അങ്ങനത്തെ രീതിയിലാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പാലും അതുപോലെ ബൂസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ബ്രെഡ് ഇല്ലെങ്കിൽ ബ്രെഡും ക്രീമും മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ പുഡിങ് സെറ്റ് ചെയ്യാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ബ്രെഡും അതുപോലെ ചൂടാറാൻ വെച്ച ബൂസ്റ്റിൻ്റെ പാലുണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ബ്രെഡിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറും അതുപോലെ ക്രീമിൻ്റെ ലെയറൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആൽമണ്ടും കാഷ്യൂസാണ്, ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് നമ്മുടെ ബൂസ്റ്റിൻ്റെ മിൽക്കിൽ മുക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനെടുത്ത 7 സ്ലൈസ് ബ്രെഡും കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു പാത്രത്തിൽ. ഇനി നമ്മൾ വീണ്ടും ബാക്കിയുള്ള ക്രീമും കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള നട്ട്സും കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി കുറച്ച് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തൂവി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതാ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ല ഫ്ലഫിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിഡിലൻ പുഡിങ്ങാണ് കേട്ടോ. ബൂസ്റ്റ് വെച്ചിട്ടുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റും എഴുതണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.